പ്രിയപ്പെട്ട പെങ്ങളെ, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പെങ്ങളല്ലേ? സുലൈഖ ബീവിയുടെയും യൂസുഫ് നബിയുടെയും കഥ കേൾക്കുന്നവരല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് സുലൈഖ ബീവി റളിയല്ലാഹു തആല യൂസുഫ് നബിയെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസുഫേ, എന്തൊരു സൗന്ദര്യമാടാ യൂസുഫേ, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു താടാ യൂസുഫേ. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി ഇവിടെ നിന്ന് പറയുമ്പോ യൂസുഫ് നബി പറഞ്ഞത് മഅദല്ലാഹ്, സുലൈഖ പേടിയാ സുലൈഖ, എനിക്കെന്റെ റബ്ബിനെ വല്ലാത്ത പേടിയാ സുലൈഖ. ചരിത്രം പഠിച്ചവരല്ലേ, കൊല്ലങ്ങൾ കഴിഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. പഠിക്കണം പെങ്ങള്, ലവ് സ്റ്റോറി കേൾക്കുന്നത് പോലെ കേട്ടാ മാത്രം പോരാ. യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെയും കഥ പഠിക്കുമ്പോ അതിനൊരു അവസാനമുണ്ട് പെണ്ണേ. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിവാഹം കഴിച്ചു. പക്ഷേ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല സുലൈഖ. മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ, കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചു, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ച് യാചിച്ചവളാ എന്നോട് എന്റെ മോഹം ഒന്ന് സാധിപ്പിച്ചു തരാൻ. ഇന്ന് അല്ലാഹു എന്നെ ഹലാലാക്കി, നീ എന്റെ ഭാര്യ, ഇന്ന് നമുക്ക് എന്തും ചെയ്യാം, ഇന്ന് നമുക്ക് എന്തും ചെയ്യാം. എന്തുകൊണ്ടാ നീ എന്നോട് സഹകരിക്കാത്ത? എന്തുകൊണ്ടാ സുലൈഖ, നിനക്ക് എന്ത് പറ്റി സുലൈഖ? സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, എനിക്ക് നീയായിരുന്നു വലുത്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കേറി പിടിച്ചേ. പക്ഷേ യൂസുഫേ, ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല, അള്ളയാ. ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയാ യൂസുഫേ, അതുകൊണ്ടാണ് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തത്. ഇതാണ് അള്ളാഹ്. പേടിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുന്നു, ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്തിട്ട് പിടിക്കാതെ രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണെന്നല്ലടാ. പഠിച്ചു വെച്ചോ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്തിട്ട് നീ രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണ്. അല്ല. 1, 2, 3 പ്രാവശ്യം കഴിഞ്ഞാൽ നീ എപ്പോഴും സൂക്ഷിച്ചോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 3 കഴിഞ്ഞ പിന്നെ നീ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഉമർ തങ്ങൾ പറഞ്ഞു, 3 പ്രാവശ്യം കഴിഞ്ഞാൽ നീ സൂക്ഷിക്കണം, പിന്നെ എപ്പോ വേണമെങ്കിലും നിന്നെ പൊക്കാം. അള്ളാഹു എന്നും കരുണ കാണിക്കണമെന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നന്നാകണം, ഒരു കുഴപ്പമില്ല, നേരെ പള്ളിപ്പറമ്പിൽ പോയിട്ട് 10 മിനിറ്റ് നിക്ക്. പാപ്പാടെ കബറിനടുക്ക പോണ്ട, പള്ളിപ്പറമ്പിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് നടന്നാ മതി. ധൈര്യം ഉണ്ടോ? മുട്ടിടിക്കും നിനക്ക്. പേടിയാ. ഇവിടെ ഇങ്ങനെ കബർ കുഴിച്ചിടുവോ? കബർ നേരത്തെ കുഴിച്ചിടുവോ? ഇടത്തില്ല. ഇല്ലേ, ഒരെണ്ണം കുഴിച്ചിടണം. ഒരു കബറ് കുഴിച്ചിടണം. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാരൊക്കെ പോണം അങ്ങോട്ട്. ഒന്ന് പോയിട്ട് ഈ കബറിനകത്തൊന്ന് ഇറങ്ങണം. മനുഷ്യ, കബറിനകത്തൊന്ന് ഇറങ്ങണം, ഒന്ന് കടക്കണം. നിന്റെ ധൈര്യം പേടിയാ നമുക്ക്. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, പള്ളിപ്പറമ്പിൽ ഒരു കബറ് കുഴിച്ചിട്ടിട്ട് സമയം കിട്ടുമ്പോ ഒന്ന് പോയിട്ട് അടുത്ത കബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഞാൻ പോയിട്ടുണ്ട് കബറിനകത്ത്. ഞാൻ കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ടുണ്ട്. ഞാനൊരിക്കെ കണ്ണവത്താൻ തോന്നുന്നു, ഇവിടെ ഇങ്ങനെ കബറ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഒന്ന് പോയി ഇറങ്ങിയിരുന്നിട്ടുണ്ട്. ഒന്ന് ഇറങ്ങിയിരുന്ന് നോക്കണം സഹോദര. നമ്മളൊപ്പം നമ്മുടെ സർവ്വ ദുസ്വഭാവങ്ങളും മാറും, അഹങ്കാരമൊക്കെ മാറും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏത് നന്നാകാത്തവനും നന്നാകാനുള്ള വഴി പള്ളിപ്പറമ്പിൽ പോയാൽ മതി. ഉസ്താദെ, സീരിയൽ കാണുന്നത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ദുസ്വഭാവങ്ങളൊക്കെ പെണ്ണുങ്ങൾ ലോട്ടറി എടുക്കില്ലേ? ആരോടാ ചോദിക്കണേ?
ലോട്ടറി എടുക്കുന്ന സ്വഭാവമല്ലേ? പ്രത്യേകിച്ച് ഈ കടപ്പുറം ഭാഗത്തുള്ളവർക്ക് ലോട്ടറി നിസ്കരിക്കുന്നവൻ അല്ലാഹ് ലോട്ടറി വെച്ചിരിക്കുക. കാരുണ്യ 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 കാരുണ്യല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ പ്രാവശ്യത്തെ ഓണബമ്പറിനല്ലായിരുന്നു വിഷു ബമ്പറോ? കോടികൾ അടിച്ചിട്ട് എനിക്കാന്ന് പറഞ്ഞ് രണ്ട് സമുദായം നമ്മുടെ കൗമ അടികൂടി. ഹറാം, പച്ച ഹറാമ സഹോദര, രക്ഷപ്പെടൂല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എളുപ്പത്തിൽ പണക്കാരനാകാനുള്ള വഴിക്കല്ലേ ലോട്ടറി എടുക്കണേ? സൂക്ഷിച്ചോ, ഉള്ളത് മുഴുവനും പോകും. അല്ലാഹ് ഒറ്റയടിക്ക് സർവ്വതും അങ്ങ് പോകും. ലോട്ടറി എടുക്കാൻ തന്നെ പാടില്ല. പോട്ടെ, എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉദാഹരണം, ഞാനെങ്ങാനും ഒരു ലോട്ടറി എടുത്തു, എനിക്ക് 1 കോടി രൂപ അടിച്ചാൽ എന്റെ സ്വഭാവം മാറും. ഇപ്പൊ ഞാൻ പറയുന്നത് എടുക്കാൻ പാടില്ല. ഇനി ലോട്ടറി എനിക്ക് അടിച്ചാലോ 1 കോടി രൂപ അടിച്ചപ്പോ ഞാൻ എന്ത് പറയും? എന്തായാലും അടിച്ചില്ല, ഇനി കളയാൻ പറ്റുമോ? പാവങ്ങൾക്ക് കൊടുക്കാം. മസല മാറി. വേണ്ട സഹോദര, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഒരു മരം വെട്ടുകാരന്റെ ഭാര്യ ഇങ്ങനെ നടന്നു പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? ആരാ നബിയെ? ആ പോകുന്ന പെണ്ണ്. ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തു, ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ, അവള് സ്വർഗത്തിലാ. ഇത് കേട്ടപ്പോ സഹാബി വനിതകൾ ഈ പെണ്ണിന്റെ അടുക്ക പോയി ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തി നബി പറഞ്ഞു, നിങ്ങൾ എന്ത് നന്മയാ ചെയ്യണേ? ഒന്നുമില്ല, ഒരു നന്മയില്ല. എന്തിനാ ഈ പെണ്ണിന് സ്വർഗം കിട്ടുന്നറിയോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഭർത്താവ്, രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് അവസാനം പറയും, ഹറാമായ പൈസയോ ഹറാമായ ഭക്ഷണമോ ഈ വീട്ടിൽ കൊണ്ടുവരരുത്. നിങ്ങൾ ജോലിക്ക് പൊക്കോ, ഹറാമായ പൈസയും ഹറാമായ ഭക്ഷണവും അള്ളാഹുവിനെ ഓർത്ത് ഈ വീട്ടിൽ കൊണ്ടുവരരുത്. ഒന്നുമില്ലെങ്കിലും പട്ടിണി ഇറക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഭർത്താവിനോട് ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ പെണ്ണുമ്പോൾ എന്തോ പറയും, ആരെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പൈസ മതി. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അള്ളാഹനെ ഭയന്ന് ജീവിക്ക്. അപ്പന്മാരെ നന്നാക്, സ്വഭാവങ്ങളൊക്കെ മാറ്. എപ്പോഴാ മരണം എന്നറിയില്ല. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. നാളെ ആരാപ്പ വഴുത്? നാളെ പേരുടെ ഉസ്താദ് വഴുത് പറയുമ്പോ പള്ളിക്കാട്ടി കടന്ന് കേൾക്കാം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മകനാണ്, മകനായില്ല. നാളെ ഇവിടെ വഴുത് പറയുമ്പോ കബറും കാട്ടി കിടന്ന് കേൾക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ പേടിയുണ്ടാ? നിങ്ങളിൽ പലരും ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ തന്നെ അറിയാം നിനക്ക് മരിക്കാൻ സമയം അടുത്തു എന്ന്. നിങ്ങൾ പലരുടെയും മുഖത്ത് നോക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് കുഴിവെട്ടാൻ സമയം അടുത്തെന്ന്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? പറയടോ, ഉണ്ടോ? എന്താ ഇപ്പം ഉണ്ടായിരിക്കണം? പറ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന് അടയാളമുണ്ടോ? ഉണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പേടിയായ മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? ഇത് പേടിയായ പറ. വേണം വേണ്ടേ? മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞുതരട്ടെ? ഉറക്കെ പറ. കൊച്ചു മക്കളും ഉണ്ടാതിരി, പ്രായമുള്ളവര് പറയട്ടെ. അടയാളം പറഞ്ഞുതരട്ടെ? കേൾക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസ്രായിൽ പൊക്കും. നീ വേണമെങ്കിൽ പൊക്കി, എനിക്കെന്ത്. ഞാൻ അടയാളം പറഞ്ഞു തരാം. പക്ഷെ നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് നീ തന്നെ പോയിട്ടൊരു കബർ വെട്ടണം. ആരെ അടക്കാൻ? നിന്നെ അടക്കാൻ. എന്തിനാ വല്ലവനെ വിളിക്കണേ? നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ പോയിട്ട് കബർ വെട്ടിക്കോണം. പെണ്ണുങ്ങളൊക്കെ നാളെ രാവിലെ ചാവക്കാട് പൊക്കോണം കഫം തുണി വാങ്ങാൻ. ഇവിടുത്തെ കടയിൽ ചിലപ്പോൾ നീളമില്ലെങ്കിലോ. പറതൊന്നും ഇനി ആരും വാങ്ങണ്ട. പൊരുത്തം ചോദിക്കണമെങ്കിൽ പൊരുത്തം ചോദിച്ചോണം, കടം തീർക്കണമെങ്കിൽ കടം തീർത്തോണം, യാത്ര പറയാനുള്ളവരൊക്കെ പറഞ്ഞോണം. 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. റെഡിയല്ലേ? അറ്റാക്കൊന്നും വരുത്തില്ലല്ലോ. അല്ലാഹു നേരെ ഇരുന്ന് എല്ലാവരും നേരെ ഇരിക്ക്. മരണത്തിന്റെ അടയാളാ പറയാൻ പോണേ. സുബ്ഹാനല്ലാഹ്. ഇവിടെ കബറുവാണെങ്കിൽ വെട്ടിയിട്ടിട്ട് വരിക, അതാ വിഷമം. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ബയാദു ശഅരിക ബഅദ. നിങ്ങൾ തലമുടി നോക്കിയാൽ മതി. തലയിലെയും താടിയിലെയും രോമത്തിൽ നോക്കണം. കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ
നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിന്നെ പള്ളിക്കുഴിയിൽ കബറ് കുടിച്ചടക്കാൻ സമയം എടുത്തു വാപ്പാ, നീ റെഡി ആയിക്കോ. നിന്റെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമല്ല ഉസ്താദെ, മൊത്തവും നരച്ചു. നീ നോക്കേണ്ടത് കറുത്തതുണ്ടോ എന്ന് നോക്കണം. നിന്റെ തലമുടിയിലോ താടിയിലെ രോമത്തിലോ കറുത്തതുണ്ടോ എന്ന് നോക്കും. മൊത്തവും വെളുത്തു, സർവ മുടിയും നരച്ച നീയ ഇന്ന് ഈ ദുനിയാവ് വിറപ്പിച്ചു നടക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന പ്രവാചകന്റെ 17 or 19 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിന്റെ സർവ്വതും നരച്ചു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഉമർ തങ്ങൾ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തി. എന്തിന്? മരിക്കൂ എന്ന് പറയാൻ മാത്രം. ഉമർ ചിരിക്കുന്നത് കണ്ട ഈ സഹാബി അടുത്തു പോയിട്ട് പറയും, ഉമറെ മരിക്കും കേട്ടാ. ഇത് പറയാൻ വേണ്ടി സ്വന്തം ശമ്പളം കൊടുത്ത് പൈസ കൊടുത്ത ഒരാളെ നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ പൊക്കോ, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ പാവപ്പെട്ടവൻ ചോദിച്ചു, എന്ത് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിട്ടെ? ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഈ രോമം എന്നോട് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നന്നാകുവാപ്പ, ഇനിയെങ്കിലും. അപ്പൊ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, സിറാജ് ഉസ്താദെ എന്റെ മുടി നരച്ചില്ല, അതിനർത്ഥം സമയം അടുത്തില്ല എന്നല്ല. ചിലപ്പം നരയ്ക്കേം വേണ്ട, അതിനേക്കാളും മുമ്പേ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹിനെ പേടിയുണ്ടാകണം. ഉസ്മാന് തങ്ങൾ ഖബറ് കണ്ടാൽ തന്നെ കരയും, അത്രയും പേടിയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹിക്ക് കൊടുക്കാൻ വല്ലാത്ത ഇഷ്ടം. അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹിക്ക് കൊടുക്കാൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിക്കകത്ത് അള്ളാന്റെ റസൂല് ചോദിച്ചു, യുദ്ധത്തിന് വേണ്ടി ഇത്തിരി പൈസ വേണം. മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുദ്ധത്തിന് പോകണം. ആരാ സഹായിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകത്തിന് ചുമക്കാനുള്ള കട്ടിലുൾപ്പെടെ ഞാൻ തരാ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. കുറച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇനി ആരാ ഉള്ളേ? അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 200 ഒട്ടകങ്ങളും അതിനുള്ള കട്ടിലുകളും ഞാൻ തരാം. അപ്പോഴും ദുആ ചെയ്തു. 3-മതും ചോദിച്ചു. ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. സഹാബികൾ പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ തന്റെ സമ്പാദ്യം തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അത് നമ്മളങ്ങനെ നമ്മളെ ചോദിച്ചാൽ പറയും, കഴിഞ്ഞ പ്രാവശ്യം തന്നില്ലേ, എപ്പോഴും എന്താ നമ്മൾ അന്ന് തന്നില്ലേ, പള്ളിപ്പണിക്ക് ചോദിച്ചു ഒരു വട്ടം തന്നില്ലേ? പൊന്നാര ചങ്ങാതി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദക്ക ചോദിച്ചപ്പോ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. അള്ളാന്റെ ദീനിന് 950 ഒട്ടകങ്ങൾ, 50 കുതിരകൾ, 10,000 സ്വർണ്ണ നാണയം ഞാൻ തരാ നബിയെ. ഉസ്മാൻ തങ്ങൾ സദക്ക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അവിടെ എഴുന്നേറ്റ്, ഇന്ന് നമ്മൾ മദീനത്തൊക്കെ പോകുമ്പോ ബിർ ഉസ്മാൻ ഒരു കിണർ കാണാം. മുസ്ലിമീങ്ങളെ വെള്ളം കോരാൻ അനുവദിക്കാതെ വന്നപ്പോ മുത്തുനബി ചോദിച്ചു, ആരാ ഈ കിണർ വാങ്ങുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ യഹൂദിയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, തരുവോ? 35,000 വെള്ളി നാണയങ്ങൾ എണ്ണിക്കൊടുത്തിട്ടാ വാങ്ങിച്ചു കൊടുത്ത കിണർ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പരിശുദ്ധമായ മക്കത്തും മദീനത്തും കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി പോലും പൈസ കൊടുത്ത സഹാബി. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്കയുടെ വിഷയത്തിൽ ഉസ്മാൻ തങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു കൊടുത്ത സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾക്ക് ആ സ്വഭാവമില്ലല്ലോ, കൊടുക്കാമല്ലാത്ത മടിയാണ്. കോടികളുള്ളവൻ, കോടിക്കണക്കിന് രൂപയുള്ളവനും പഠിച്ചവരെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ, മദ്രസകൾക്ക് വേണ്ടി ചോദിക്കുമ്പോ, ദീനിയങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാമല്ലാത്ത മടിയാ, കൊടുക്കാമല്ലാത്ത മടിയാ പറയുന്നത്. വലിയ വലിയ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പള്ളി കെട്ടണം വല്ലതും ചോദിക്കുമ്പോ ഇല്ല, കൊറോണ കൊണ്ടുപോയി. എന്റെ പൊന്നാര സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ.
എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരോടും പാവങ്ങൾക്കും പള്ളികൾക്കും വേണ്ടി ചോദിക്കുമ്പോ അലമാരിക്കകത്ത് ലക്ഷങ്ങൾ വെച്ചിട്ട് പറയും അല്ലാഹ് എൻ്റെ അടുത്ത് ഒന്നുമില്ലെന്ന്. അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, പൈസ ഇല്ലെങ്കിൽ കൊടുക്കണ്ട, പക്ഷെ എന്തു പറയരുത്, ഇല്ലെന്ന് പറയരുത്. പൈസ ഇല്ലെങ്കിൽ, മനസ്സില്ലെങ്കിൽ നീ കൊടുക്കണ്ട, ഇല്ലാന്ന് തന്നെ പറഞ്ഞു. പക്ഷെ എന്ത് പറയരുത്, എന്റെ അടുക്കൽ പൈസ ഇല്ല എന്ന് പറയരുത്. വീടിന്റെ അകത്ത് ലക്ഷങ്ങൾ വെച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോ ആ മലക്കെങ്ങാണ് ആമീൻ പറഞ്ഞ നീ യതീംഖാനയിലായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ലക്ഷങ്ങൾ സദഖ കൊടുത്ത സ്വഹാബിയാ, തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായി, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായി പടച്ചവനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 വർഷക്കാലം ആർക്കും ഒരു പരാതിയുമില്ല. പടച്ചവനെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ 6 വർഷക്കാലം പടച്ചവനെ നല്ല ഒരു ഭരണമായിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോ ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തുടങ്ങുകയാ. ആരോപണങ്ങൾ വരാൻ തുടങ്ങി. മുനാഫിഖീങ്ങളുണ്ടല്ലോ, അവിടുന്ന് ഉസ്മാൻ തങ്ങൾക്കെതിരെ ആരോപണം നടത്തുകയാണ്. പടച്ചവനെ അഴിമതി ആരോപണങ്ങൾ നടത്തുകയാ. ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ. എന്നിട്ട് പറയുന്നു അധികാരത്തിന്റെ സ്ഥാനങ്ങളില് ഉസ്മാൻ തങ്ങൾ തന്റെ കുടുംബക്കാരെയാണ് പരിഗണിക്കുന്നത്. ഉസ്മാൻ തങ്ങൾ തന്റെ കുടുംബക്കാരെയാണ് പരിഗണിക്കുന്നത്. പടച്ചവനെ അങ്ങനെ പറഞ്ഞു പരത്താൻ തുടങ്ങി. മുനാഫിഖീങ്ങളാണ് തുടങ്ങിയത്. മുസ്ലിമീങ്ങളും കൂടെ കൂടാൻ തുടങ്ങി. അവരിങ്ങനെ ആള് കൂടാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും ഉസ്മാൻ തങ്ങൾക്കെതിരെ പ്രചരണങ്ങൾ നടത്തുകയാണ്. മുസ്ലിമീങ്ങളെ 2 തട്ടിലാക്കുകയാ. അവര് പറയാൻ തുടങ്ങി യഥാർത്ഥ ഖലീഫയാകേണ്ടത് അലിയാരെ തങ്ങളായിരുന്നു. ഉസ്മാനെ തട്ടിപ്പറിച്ചതാ, ഉസ്മാനെ തട്ടിപ്പറിച്ചതാ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾക്കെതിരെ അവർ പ്രചരണങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കൂട്ടാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു സ്ഥലത്തും പോകാൻ അനുവദിക്കുന്നില്ല. പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പള്ളിയിൽ പോലും നമസ്കരിക്കാൻ സമ്മതിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ വേദനിപ്പിക്കുകയാ. പടച്ചവനെ അവസാനം ഉസ്മാൻ തങ്ങള് എന്തൊക്കെ ചെയ്തിട്ടും അവിടെ നിന്ന് പിന്മാറുന്നില്ല. ഉസ്മാൻ തങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ ഉസ്മാൻ തങ്ങളുടെ വീട് വളയുകയാണ്. ഉസ്മാൻ തങ്ങളെ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വീടിന്റെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ആ സമയത്താണ് റബ്ബേ സഹാബികൾ കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ സഹാബികൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അതാ അവിടുന്ന് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ യുദ്ധം ചെയ്യാൻ അനുവാദം തരുമോ? യുദ്ധം ചെയ്യാൻ അനുവാദം തരുമോ? ഇവന്മാരെ മുഴുവനും ഞങ്ങൾ ഇവിടെ തകർത്ത് കളയാ. ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഒരു വാക്കു പറ തങ്ങള്, അങ്ങയുടെ വീട് വളഞ്ഞിരിക്കുന്ന ഈ ശത്രുക്കളുണ്ടല്ലോ, മുനാഫിഖീങ്ങളുണ്ടല്ലോ, ഇവന്മാരെ മുഴുവനും ഞങ്ങളെ തല്ലി ഓടിക്കാൻ തങ്ങള്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ മണ്ണിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ മണ്ണിൽ യുദ്ധം ഹറാമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാള് പോലും അവന്മാരെ തൊട്ടുപോകരുത്. ഉസ്മാൻ തങ്ങളോട് അവസാനം സ്വഹാബികൾ പറഞ്ഞു, എങ്കിൽ അവന്മാർക്ക് അധികാരമല്ലേ വേണ്ടത്? അവർക്ക് അധികാരമല്ലേ വേണ്ടത്? കൊടുക്ക് തങ്ങളെ, നമുക്ക് അധികാരമല്ലേ ഇവന്മാർക്ക് വേണ്ടത്? ഈ അധികാരം വലിച്ചെറിയാൻ ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അധികാരം വിട്ടുകൊടുക്കൂല. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, ഈ അധികാരത്തിനോട് എനിക്ക് ആർത്തിയുള്ളത് കൊണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ തങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6 കൊല്ലം ആർക്കും ഒരു പരാതിയില്ല. 6 കൊല്ലം കഴിഞ്ഞപ്പോ മുനാഫിക്കുകൾ പറഞ്ഞു വല്ലാത്ത അഴിമതിയ ആരോപണങ്ങൾ തുടങ്ങി. കുടുംബക്കാർക്ക് മാത്രം ജോലി കൊടുക്കുന്നു, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഖലീഫയാകേണ്ടത് അലിയാർ തങ്ങളാ, ഈ ഉസ്മാൻ തട്ടിപ്പറിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടാൻ തുടങ്ങി. അവസാനം ഉസ്മാൻ തങ്ങൾക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വീട് വളഞ്ഞു. അപ്പോഴാ മുസ്ലിമീങ്ങൾ വന്നു, ചോദിച്ചു യുദ്ധം ചെയ്യട്ടെ, ഇവനെയൊക്കെ കൊന്നു കളയട്ടെ. വേണ്ട, ഈ മണ്ണിൽ രക്തം വീഴാൻ പാടില്ല. അപ്പൊ സഹാബത്ത് പറഞ്ഞു, എന്നാ ഈ അധികാരം അങ്ങ് കുട്ടേരെ, എന്തിനാ നമുക്ക്, ഉമ്മാർക്ക് ഇതല്ലേ വേണ്ടത്, ഇത് വിട്ടുകൊടുക്കാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കൂല. അധികാരം എന്ന് പറയുന്നത് വല്ലാത്ത പോലെ ലഹരിയ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ അതുവേണ്ടിയല്ലേ, അധികാരത്തിന് വേണ്ടിയല്ലേ നമ്മൾ പലരും. ചിലർക്ക് അധികാരം എന്ന് പറഞ്ഞാൽ അധികാരത്തിനോടുള്ള ആർത്തി. ഇവിടെ പള്ളി എങ്ങനെ ഇലക്ഷൻ ആണോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും സമ്മതിക്കരുത് കേട്ടാ. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് പോലെ ഇപ്പൊ പള്ളി തെരഞ്ഞെടുപ്പ് നടക്കണം. പ്രസിഡന്റും സെക്രട്ടറി ആകാൻ വേണ്ടി ഇലക്ഷൻ വരെ നടക്കുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത്. ഒരിക്കലും അങ്ങനെയുള്ള പരിപാടികൾ വേണോ, പ്രസിഡന്റ് ആവണം, നീ അയക്കോ, സെക്രട്ടറി ആകണോ, നീ അയക്കോ. പണ്ടുള്ള പ്രായമുള്ള ഉപ്പമാരുടെ വീട്ടിൽ പോയിട്ട് പറയും പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ. എനിക്ക് വയ്യ, പേടിയായിരുന്നു സഹോദര. സത്യത്തിൽ നിങ്ങൾക്ക് അത് അറിയാനിട്ടാ. ചിലർക്ക് പള്ളിയുടെ പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആകുക, കമ്മിറ്റിക്കാരനാകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ, അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ പഠിക്കണം. പണ്ടുള്ളവര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ കാലിലിട്ടിരുന്ന ചെരുപ്പ് പള്ളിയുടെ ഗേറ്റിൽ ഇങ്ങനെ തട്ടിക്കൊടയും. എന്തിനെന്നറിയോ? പള്ളിയുടെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് കൊണ്ടുപോയി മറ്റൊരുത്തന്റെ പറമ്പിലിട്ട അള്ളാനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട്. അതായിരുന്നു പണ്ടുള്ളവർ. ഇന്നങ്ങനല്ല. സത്യത്തിൽ പള്ളി കമ്മിറ്റിക്കാർ അറിയേണ്ട ഒരു വലിയ ഒരു ചരിത്രമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓഫീസിനകത്ത് ഇരിക്കുക. നമ്മളെ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറിയാ, പ്രസിഡന്റ് എന്താ പോയാ കേട്ടോണം കേട്ടോ. നിങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. സത്യത്തിൽ കമ്മിറ്റിക്കാർ പഠിക്കണം. ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ തങ്ങൾ കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കയറി വന്നു. ഉമർ തങ്ങൾ വിളക്കം കണച്ചു, കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചു. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, എന്ത് പണിയാ ഉമറെ കാണിച്ച, വിളക്കണച്ച എന്തിനാ? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിന്റെ പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയാ. നമ്മൾ കുടുംബക്കാര്യം പറയുമ്പോ ഇത് കത്തിച്ചാലേ നാളെ നരകത്തിൽ കിടന്ന് കത്തേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ആലോചിച്ച് വയ്ക്കുക, ഇതാ ബൈത്തുൽ മാൽ, ഇതാണ് ബൈത്തുൽ മാൽ. ബൈത്തുൽ മാലിനെ കുറിച്ച് എന്തു പറയാനാ? പള്ളിയുടെ മൂത്രപ്പേരയുടെ മുന്നിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിന്? അടിച്ചോണ്ട് പോകാതിരിക്കുക. പള്ളിയുടെ മൂത്രപ്പേരയുടെ മുന്നിൽ കിടക്കണ ചെരുപ്പ് എന്തിനാ? കക്കൂസിലെ കപ്പെന്തിനാടാ കെട്ടിയിട്ടിരിക്കണേ? താഴെ വിടാതിരിക്കാൻ മാത്രം അല്ല, പറ്റുമെങ്കിൽ അത് നമ്മൾ അടിച്ചുകൊണ്ട് പോകും. അതാ നമ്മുടെ അമാനത്ത്. ജുമാ കഴിഞ്ഞാൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, പടച്ചോനെ ഹജ്ജ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് കാലിന് പറ്റുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് പോണവരാ നമ്മൾ പലരും. വെള്ളിയാഴ്ച പള്ളി വന്നു കഴിഞ്ഞാൽ ജുമാ കഴിഞ്ഞിട്ട് ചെരുപ്പ് തപ്പണ പാപങ്ങളെ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അവർ പറഞ്ഞു, എങ്കിൽ ഈ അധികാരം അങ്ങ് കൊടുക്ക്. ഞാൻ കൊടുക്കൂല. എന്തേ തങ്ങളെ ആർത്തിയ? അധികാരത്തിനോടുള്ള ആർത്തിയാണോ? അല്ല. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസ ഫഇൻ അറാദൂക അലാ ഖൽഇ ഫലാ തഖ്ലഉ. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഉസ്മാനെ, അല്ലാഹു നിനക്കൊരു ഖമീസ് ധരിപ്പിക്കും. അല്ലാഹു നിനക്കൊരു ഖമീസ് ധരിപ്പിക്കും. അത് ഊരിപ്പിക്കാൻ പലരും വരും, നീ ഊരി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിനക്കൊരു അധികാരം തരും. ആ അധികാരം തട്ടിപ്പറിക്കാൻ പലരും വരും, നീ കൊടുക്കരുതെന്ന് മുമ്പേ മുത്തി നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. മഹാനായ സയ്യിദനാ ഉസ്മാൻ
ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് യുദ്ധം ചെയ്യാൻ സമ്മതിച്ചില്ല. അധികാരം അവിടുന്ന് വിട്ടുകൊടുത്തതുമില്ല. അങ്ങനെ അവരവിടുന്ന് തലതാഴ്ത്തിക്കൊണ്ട് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി. ഉസ്മാൻ തങ്ങളെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ അനുവദിച്ചില്ല. വീട്ടിലേക്ക് വെള്ളം കൊടുത്തു വിടുന്നില്ല, ഭക്ഷണം കൊടുത്തു വിടുന്നില്ല, എണ്ണ കൊടുത്തു വിടുന്നില്ല, ഒരാളെയും കടക്കാൻ അനുവദിക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിനകത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾക്ക് പള്ളിയിൽ പോലും നമസ്കരിക്കാൻ പോകാൻ പറ്റുന്നില്ല. സ്വഹാബികൾക്ക് വലിയ സങ്കടമായി. പടച്ചവനെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. തങ്ങൾ അനുവാദം തന്നാലല്ലേ ഇവന്മാരെ ഓടിച്ചു കളയാൻ പറ്റൂ. അങ്ങനെ അവസാനം പടച്ചവനെ ഖലീഫ ഓർഡർ കൊടുത്തില്ല. ഉസ്മാൻ തങ്ങൾ വീടിനകത്ത് കഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 82 വയസ്സായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. 82 വയസ്സുള്ള പ്രായമായ മനുഷ്യനാ. പടച്ചവനെ, ബുധനാഴ്ച നോമ്പ് പിടിച്ചു ഉസ്മാൻ തങ്ങൾ. പടച്ചവനെ, ബുധനാഴ്ച നോമ്പ് പിടിച്ചു. അല്ലാഹുവേ, നോമ്പ് രാവിലെ നോമ്പ് പിടിക്കുന്നതിന് വേണ്ടി കഴിക്കാൻ ഭക്ഷണമില്ല. പട്ടിണി നോമ്പാണ് പിടിച്ചത്. വൈകുന്നേര സമയമായി, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല, നോമ്പ് മുറിക്കാനും ഭക്ഷണമില്ല. ഉസ്മാൻ തങ്ങൾ പട്ടിണിയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയും പട്ടിണിയാണ്. രണ്ടാമത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ചയിലും രാവിലെ ഇടയത്താഴം കഴിക്കാതെയാണ് ഉസ്മാൻ തങ്ങൾ നോമ്പ് പിടിച്ചത്. റബ്ബേ, വൈകുന്നേര സമയമായി, വൈകുന്നേരം സമയമായി, നോമ്പ് മുറിക്കാൻ സമയമായി. ഉസ്മാൻ തങ്ങൾ 2 ദിവസമായി നോമ്പ് പിടിത്തത്തിലാണ്. വെള്ളം പോലും കുടിക്കാനില്ല. അവസാനം തന്റെ ഭർത്താവ് വീടിനകത്ത് തളർന്നിരിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നായില റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ വെളിയിൽ ഇറങ്ങി അല്പം വെള്ളം മേടിച്ചു കൊണ്ടുവരാൻ, എവിടെ നിന്നെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം എടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ശത്രുക്കൾ വിളിക്കുന്നു, നായില വീടിനകത്തേക്ക് തിരിച്ചു കയറ്. അവിടെ നിന്ന് നായില ബീബി പറഞ്ഞു, എന്റെ ഭർത്താവിന് ഇത്തിരി വെള്ളം എടുക്കാനാണ്. 2 ദിവസമായിട്ട് പട്ടിണി നോമ്പ് പിടിച്ചുകൊണ്ട് കിടക്കുകയാ. ഒരൽപ്പം വെള്ളമെങ്കിലും കോരാ നിങ്ങൾ സമ്മതിക്കുമോ? ആ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഓടയിൽ കിടക്കുന്ന വെള്ളം കോരിയിട്ട് നിന്റെ ഭർത്താവിന് കൊണ്ടു കൊടുക്ക്. അവര് പരിഹസിക്കുകയാണ്, അവര് കളിയാക്കുകയാണ്. ആരെയെന്നറിയോ? 35,000 വരുന്ന വെള്ളി നാണയം കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ കിണർ മേടിച്ചു കൊടുത്ത സ്വഹാബി. ആ സ്വഹാബിയോടാണ് പറയുന്നത്, ഓടയിലെ വെള്ളം കോരി കുടിക്കാൻ, വെള്ളമെടുക്കാൻ പോലും അവര് സമ്മതിച്ചില്ല. അവസാനം നായില ബീവി വീടിനകത്ത് കയറി. അവസാനം പാതിരാത്രി അതാ ശത്രുക്കൾ ഉറങ്ങിയപ്പോ ആരോ ഇത്തിരി വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഇടയത്താഴത്തിന്റെ സമയമെത്തിയപ്പോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് ഭാര്യ വെള്ളവുമായിട്ട് കടന്നു വന്നു. കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച ദിവസമാണ്. ഉസ്മാൻ തങ്ങൾ വീടിന്റെ അകത്ത് കിടക്കുകയാണ്. തളർന്ന് കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് ഭാര്യ വന്നിരുന്ന് കരയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ നായില കരയുന്നത്? എന്തിനാ നായില നീ കരയുന്നത്? എന്തൊരവസ്ഥയാ, എന്തൊരവസ്ഥയാ ഉസ്മാൻ തങ്ങളെ. 2 ദിവസമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ പട്ടിണി നോമ്പാണല്ലോ. ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ ചിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നായില ആരാ പറഞ്ഞത് ഞാൻ പട്ടിണി നോമ്പാണെന്ന്? ആരാ പറഞ്ഞത് ഞാൻ ഭക്ഷണം കഴിച്ചില്ലെന്ന്? നായില ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാ, ഇന്നലെ വൈകുന്നേര സമയത്ത് ഞാൻ നോമ്പ് മുറിക്കാൻ സമയമായി. ഞാൻ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളവുമായിട്ട് കടന്നു വരികയാണ്. നബിയുടെ ചാരത്ത് വന്നു. ഉസ്മാൻ തങ്ങളുടെ വായിക്കകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വായിക്കകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു. എന്നിട്ട് മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? റഅയ്തുൽ ബാരിഹ ഫഇന്നക മഫ്തൂറാ. എന്നെ വിരുന്ന് വിളിച്ചിട്ടാ പോയത്. റസൂലുള്ള പിരിയുമ്പോ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് എന്റെ കൂടെയാ. ഞാനും അബൂബക്കറും ഉമറും നീയും കൂടെ ഒരുമിച്ചിരുന്ന നാളെ നോമ്പ് തുറക്കുന്നത്. ആ പറഞ്ഞതിനർത്ഥം നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഷഹീദാകുമെന്നാണ്. വെള്ളിയാഴ്ച ദിവസമായി വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെയ്തതെന്തെന്നറിയോ? തന്റെ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കമീസും പൈജാമയും കൊണ്ടുവരാറ്, ഒരു കമീസും ഒരു പാന്റും കൊണ്ടുവരാറ്. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ പാന്റ് ധരിച്ചിരുന്ന സ്വഹാബിയല്ല, അവിടുന്ന് കമീസും മുണ്ടും ഉടുത്തിരുന്ന സ്വഹാബിയാ. പക്ഷേ അന്ന് പറഞ്ഞു, എനിക്കൊരു പാന്റ് വേണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉസ്മാൻ തങ്ങൾ പാന്റ് ധരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പോയി കുളിച്ചുരങ്ങി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പാന്റ് ധരിക്കുകയാണ്. പാന്റിടുമ്പോ നല്ലതുപോലെ മുറുക്കി കെട്ടുകയാ. കാരണം എന്തെന്നറിയോ? വീടിന്റെ വെളിയിൽ നിൽക്കുന്ന ശത്രുക്കൾ വീടിനകത്ത് കയറിയിട്ട് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഉസ്മാൻ തങ്ങളെ വെട്ടിക്കൊല്ലുമല്ലോ. ശരീരം മുഴുവനും വെട്ടിമുറിക്കുമല്ലോ. ശരീരം മുഴുവനും വെട്ടിമുറിക്കുമല്ലോ. ആ വെട്ടിമുറിച്ച് ഷഹീദായി കിടക്കുമ്പോ തന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ, ഒരാള് പോലും തന്റെ ഔറത്ത് കാണാതിരിക്കാൻ ഉസ്മാൻ തങ്ങള് നേരത്തെ പാന്റ് ധരിച്ചു. പഠിക്കടാ ചെറുപ്പക്കാരാ, കമീസിട്ടു. ഉസ്മാൻ തങ്ങള് തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു. എന്നിട്ട് നിസ്കാരപ്പായിലേക്ക് വന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. സൂറത്തു ത്വാഹ ഓതിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരപ്പായിലിരുന്നു ഖുർആൻ ഓതുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാരപ്പായിലിരുന്നിട്ട് തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് വെള്ളിയാഴ്ച തന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കള് വീടിന്റെ വാതിലിൽ തീയിടുകയാ. വീടിന്റെ വാതിലിൽ തീയിട്ടു. ശത്രുക്കള് വീടിനകത്തേക്ക് പാഞ്ഞു കയറി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവര് വാളെടുത്ത് വെട്ടാനോങ്ങുമ്പോ ഉസ്മാൻ തങ്ങൾ ഇടത് കൈ കൊണ്ട് തടയുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഇടത് കൈയങ്ങ് വെട്ടിമുറിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെട്ടുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് അവിടുന്ന് തടയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെട്ടുമ്പോ എന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഓടി വന്ന് തടയുകയാണ്. ബീവിയുടെ വലത് കൈ വെട്ടിമുറിച്ചു, ഇടത് കൈ വെട്ടിമുറിച്ചു. ബീവി തന്റെ ഭർത്താവിന്റെ മുന്നിലങ്ങ് പിടഞ്ഞു വീഴുകയാ. ഉസ്മാൻ തങ്ങളുടെ കൈവെട്ടി മുറിച്ചു. പഠിക്കടാ ചെറുപ്പക്കാരാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചടാ. പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ കൈ അവിടുന്ന് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചു. അപ്പോഴാണ് റബ്ബേ
ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു കൊടയുകയാണ്. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കുടഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖം കണ്ടു. അവിടെ നിന്ന് വിളിക്കുന്നു, അല്ലാഹുവേ, ആരാണ് താടിയിൽ പിടിച്ചതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. അബൂബക്കർ തങ്ങളുടെ പൊന്നുമോനാണ് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ കേറി പിടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ മകനോട് അവിടെ നിന്ന് വിളിക്കുന്നു, എന്റെ കൂട്ടുകാരന്റെ മോനെ, എന്റെ കൂട്ടുകാരന്റെ മോനെ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ഒരുപാട് ബഹുമാനിച്ചതാ. നിന്റെ ഉപ്പ ഈ താടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ മകനാണോ എന്റെ താടിയിൽ പിടിച്ചിരിക്കുന്നത്? ആ വാക്കു പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ അവിടുന്ന് കൈവിട്ടു, ഇറങ്ങി കരഞ്ഞുകൊണ്ട് പോകുകയാണ്. വീടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. പടച്ചവനെ, ശത്രുക്കൾ വീടിനകത്ത് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും വെട്ടിമുറിക്കുമ്പോ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു. ചെറുപ്പക്കാരാ, ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു. ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഖുർആനിന്റെ മുകളിൽ വീണു. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിലേക്ക് തന്റെ ചുടു രക്തം ഇങ്ങനെ വീണു. ഉസ്മാൻ തങ്ങൾ ഖുർആനിൽ നോക്കി. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയോ? പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആൻ, പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കി. തന്റെ രക്തം വീണ ആയത്തേതെന്നറിയോ? അല്ലാഹുവേ, ഫസയകുഫീകഹുമുല്ലാഹ്. അല്ലാ മതിയല്ലോ, ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ രക്തം വീണത്. ഉസ്മാൻ തങ്ങൾ ചിരിച്ചു. 82 വയസ്സുള്ള ഉസ്മാൻ തങ്ങളെ വെട്ടിനുറുക്കിയടാ ചെറുപ്പക്കാരാ. മരിച്ചു കിടക്കുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ താഴെയിട്ടില്ല. ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. റബ്ബേ, മയ്യത്ത് പോലും രാത്രിയിൽ കൊണ്ടുപോയി കബറടക്കുകയായിരുന്നു. ആരും കാണാതെ, പടച്ചവനെ, ജനങ്ങൾ അറിയാതെ കൊണ്ടുപോയി ജന്നത്തിൽ ബഖീയുടെ വെളിയിലാ കബറടക്കിയത്. കാരണം എന്തുകൊണ്ടാണ് രാത്രിയിൽ കബറടക്കിയതെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ശരീരം വികൃതമാക്കി കളയുമെന്ന് പേടിച്ചിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തിൽ ബഖീയുടെ വെളിയിലാണ് കബറടക്കിയത്. പക്ഷേ ഇന്ന് ജന്നത്തിൽ ബഖീയിൽ ചെന്നാ ഉസ്മാൻ തങ്ങൾ കിടക്കുന്നത് ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ വേണ്ടി നിന്നവന്മാര് മുഴുവനും ഭ്രാന്ത പിടിച്ച് ചത്തുപോയി. നിങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ നിന്നവന്മാര് മുഴുവനും ഭ്രാന്ത് പിടിച്ച് ചത്തു. വർഷങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് നടന്നപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുകയാ. ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞിട്ട് കരയുകയാ. മഹാനവറുകൾ ചോദിച്ച്, എന്തിനാ നിങ്ങൾ ഇത് പറയുന്നത്? ആ സമയത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഉസ്മാൻ തങ്ങൾ മരിച്ചു കിടന്നപ്പോ, അവിടുന്ന് ഷഹീദായി കിടന്നപ്പോ ഞാൻ മയ്യത്ത് കാണാൻ പോയി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തിയപ്പോ മരിച്ചു കിടക്കുമ്പോഴും ചിരിച്ചുകൊണ്ടാ കിടന്നത്. ഉസ്മാൻ തങ്ങൾ ഷഹീദായി കിടക്കുമ്പോഴും ചിരിച്ചുകൊണ്ടാ കിടന്നത്. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ എന്റെ കൈയെടുത്ത് മുഖത്തടിച്ചു. മരിച്ചു കിടക്കുന്ന ഉസ്മാനിന്റെ മുഖത്ത് ഞാൻ എന്റെ കൈ കൊണ്ടടിച്ചു. പിന്നെ എന്റെ ജീവിതത്തിൽ ഈ കൈ കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തന്റെ കൈയെടുത്ത് കാണിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരഞ്ഞു പോകുമടാ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചാൽ. അതുകൊണ്ട് അല്ലാഹുവേ, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
പടച്ചവനെ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണങ്ങളിൽ ഒന്ന് വല്ലാത്ത ലജ്ജയുണ്ടായിരുന്നു. രണ്ട്, ലോകത്തൊരാൾക്കും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സ്വഹാബിയ. മൂന്ന്, അള്ളാഹുവിന് വല്ലാത്ത ഭയമായിരുന്നു. നാല്, അള്ളാഹു കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈ 4 നന്മകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.